ഈ വീഡിയോ കാണുന്നതും ശ്രവിക്കുന്നതുമായ എല്ലാവർക്കും എൻ്റെ അഗൈതവുമായ നമസ്കാരം. ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ദിന ആശംസകൾ നേരുന്നു. ഹൈന്ദവ വിശ്വാസികളായ ആബാലവൃന്ദം ജനങ്ങളോടൊപ്പം ഇതര മതവിശ്വാസികളിൽ ചിലർക്കും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെത്. ശ്രീകൃഷ്ണന്റെ ബാല്യകാല ലീലകളാണ് എല്ലാവരെയും ആകർഷിക്കുന്നത്. ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സർവർക്കും വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഇവിടെ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്നേഹിതർക്കും അയച്ചു കൊടുക്കുക എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട്. ആശ്രിതവത്സലനേ കൃഷ്ണ കൃഷ്ണ അഭയം നീ അരുളൂ, ആനന്ദം നീ അരുളൂ, ആബൽ ബാന്ധവനേ കൃഷ്ണ കൃഷ്ണ അഭയം. ആശ്രിതവത്സലനും ആപദ്ഭവനുമായ ഒരു വ്യക്തിത്വത്തെ തിരഞ്ഞു നടക്കുന്ന ഏതൊരുത്തനും ചെന്നെത്തുന്നത് ശ്രീകൃഷ്ണ ഭഗവാനിലാണ്. ശൈശവത്തിൽ പ്രാചീനകാല മധുരാപട്ടണത്തിൽ വൃന്ദാവനത്തിൽ അനേകം തോഴരോടൊത്തും കാലികളുമൊത്തും കളിച്ചു വളർന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതം ഹൈന്ദവ വിശ്വാസികൾക്ക് കർണപീയൂഷമാണ്. ശൈശവത്തിൽ തന്നെ പല അത്ഭുത സിദ്ധികളും പ്രകടമാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് ഭൗതിക ലോകത്ത് മനസ്സിലാക്കിയത് പിതാവ് വസുദേവനും അമ്മ ദേവകിയും വളർത്തമ്മ യശോദരയും പിന്നെ തേർത്തട്ടിൽ തളർന്നു വീണ പാർത്ഥൻ അഥവാ അർജുനനും ആയിരുന്നു. ഭാഗവതത്തിലെ സംഭവാമി യുഗേ യുഗേ എന്ന തത്വാധിഷ്ഠിത ശ്ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത വിഭാഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. നവഭാരതത്തിൽ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ശ്രീകൃഷ്ണൻ ജനിച്ചതായി വിശ്വസിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ചെറുപ്പത്തിലെ കുസൃതികളിലൊന്നായിരുന്നു ഉറിയിൽ നിന്നും തൈര് മോഷ്ടിച്ചു കഴിക്കുക എന്നത്. വീട്ടിൽ തന്നെ ഉറിയിൽ നിന്നും തൈര് മോഷ്ടിച്ചു കഴിക്കുന്ന ശൈശവകൃഷ്ണനെ കയ്യോടെ പിടികൂടുന്ന വളർത്തമ്മ യശോദര കുഞ്ഞുകൃഷ്ണന്റെ വായ തുറക്കാൻ ആവശ്യപ്പെടുകയും തുറക്കപ്പെട്ട ശ്രീകൃഷ്ണന്റെ വായിൽ നോക്കിയ യശോദര ബോധം കെട്ട് വീണുവെന്നുമാണ് പുരാണത്തിൽ പറയുന്നത്. കുഞ്ഞുകൃഷ്ണന്റെ വായിൽ 14 ഉലകങ്ങളും എണ്ണാൻ കഴിയാത്തത്ര താരകങ്ങളും കറങ്ങുന്ന കാഴ്ച കണ്ടാണ് യശോദര ബോധം കെട്ട് വീണത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് യശോദരക്ക്. ശാപമേറ്റ് മരമായി മാറിയ ദേവന്മാർക്ക് ശൈശവത്തിൽ തന്നെ മോചനം നൽകുന്നതും കാളിയ സർപ്പത്തിനു മേൽ നൃത്തം ചെയ്ത് വിഷം വമിപ്പിക്കുന്നതുമെല്ലാം ശൈശവകൃഷ്ണൻ ചെയ്ത പല അത്ഭുത കൃത്യങ്ങളിൽ ചിലത് മാത്രം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതം പ്രധാനമായി വിവരിക്കുന്ന കൃതികൾ ഭാഗവതം, വിഷ്ണു പുരാണം, ഹരിവംശം എന്നിവയാണ്. മഹാഭാരതത്തിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രധാനമായ രംഗങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലഘട്ടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ BC 3102 കലിയുഗം ആരംഭിച്ചതെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെയെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ദേശം 3228 BCE യിലാണ് ജനിച്ചതെന്നാണ് അനുമാനം. ഇനി നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനകാലത്തിലൂടെയും ശൈശവകാലത്തിലൂടെയും ഒന്ന് കണ്ണോടിച്ച് നോക്കാം. മധുര ഭരിച്ചിരുന്ന ഉഗ്രസേനൻ എന്ന രാജാവിന്റെ മകനായിരുന്നു കംസൻ. കഠിനഹൃദയനായ കംസൻ സ്നേഹിച്ചിരുന്നത് സഹോദരി ദേവകിയെ മാത്രമായിരുന്നു. ദേവകിയാകട്ടെ ദൈവഭക്തിയുള്ളവളുമായിരുന്നു. ദേവകിയുടെ വിവാഹം വസുദേവൻ എന്നൊരാളുമായി കെങ്കേമമായി കംസൻ നടത്തി. എന്നാൽ അന്നേ ദിവസം തന്നെ ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ കൊല്ലും എന്നൊരു അശരീരി കംസൻ കേൾക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഭർതൃഗൃഹത്തിലേക്ക് വസുദേവനുമൊത്ത് യാത്ര തിരിച്ച ദേവകിയെയും വസുദേവനെയും കംസൻ തിരിച്ചു വിളിക്കുകയും രാജധാനിയിലെത്തിയ ഇരുവരെയും കംസന്റെ കൊട്ടാരത്തിൽ കാരാഗൃഹത്തിൽ അടക്കുകയും ചെയ്തു.
ദേവകിയുടെ 8ാമത്തെ സന്താനം തന്റെ മരണത്തിന് കാരണമാകുമെന്ന ചിന്ത കംസനെ ഭയവിഹ്വലനാക്കുകയും സഹോദരി എന്ന പരിഗണന നൽകാതെ തന്നെ ദേവകിയെ വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ദേവകിയെ വധിക്കേണ്ട, പകരം ദേവകിക്ക് ജനിക്കുന്ന എല്ലാ കുട്ടികളെയും കംസന് നൽകാമെന്ന് വസുദേവൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കംസൻ ദേവകിയെ വധിക്കാതെ വിടുന്നു. ഉടമ്പടി പ്രകാരം ദേവകി പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെയും കംസന് നൽകുകയും കംസൻ ആ കുഞ്ഞുങ്ങളെയെല്ലാം വധിക്കുകയും ചെയ്യുന്നു. എന്നാൽ 7ാമത്തെ കുഞ്ഞ് അത്ഭുതകരമായി മറ്റൊരു ഭാര്യയായ രോഹിണിയിൽ ബലരാമൻ എന്ന പേരിൽ പിറവിയെടുത്തു. 7ാമത്തെ കുഞ്ഞ് പ്രസവത്തിൽ തന്നെ മരണപ്പെട്ടു എന്ന് സേവകർ രാജാവിനെ അറിയിച്ചു. ശ്രാവണ മാസത്തിലെ 8ാം ദിനത്തിൽ വിഷ്ണു ഭഗവാൻ വസുദേവ ദേവകി ദമ്പതികളെ സന്ദർശിക്കുകയും താനാണ് ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിക്കാൻ പോകുന്നതെന്ന് അവരെ അറിയിക്കുകയും ചെയ്യുന്നതോടൊപ്പം ആ കുഞ്ഞിനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നന്ദഗോപരുടെ ഭാര്യ യശോദക്ക് ജനിച്ച കുഞ്ഞുമായി കൈമാറ്റം ചെയ്യണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അന്ന് അർദ്ധരാത്രി ദേവകിക്ക് ഒരു കുഞ്ഞ് പിറന്നു. വിഷ്ണു ഭഗവാന്റെ ഉപദേശപ്രകാരം വസുദേവൻ ആ കുഞ്ഞുമായി പുറപ്പെടുമ്പോൾ കാരാഗൃഹത്തിന്റെ വാതിലുകളെല്ലാം അത്ഭുതകരമായി തുറക്കപ്പെടുകയും മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ വളർത്തിയ അഗ്നിശേഷൻ എന്ന പാമ്പിന്റെ അകമ്പടിയോടെ വസുദേവൻ യാത്ര ചെയ്യുകയും ചെയ്തു. യാത്രാമധ്യേ യമുനാ നദിയുടെ കരയിലെത്തുകയും യമുനാ നദി 2ആയി പിളരുകയും വസുദേവൻ അതിന്റെ മധ്യത്തിലൂടെ യാത്ര ചെയ്ത് നന്ദഗോപരുടെ വീട്ടിലെത്തുകയും ചെയ്തു. നന്ദഗോപരുടെ വീട്ടിലെത്തുമ്പോൾ നന്ദഗോപരുടെ ഭാര്യ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു. ശ്രീകൃഷ്ണനെ അവർക്ക് നൽകി യശോദ പ്രസവിച്ച പെൺകുഞ്ഞുമായി വസുദേവൻ തിരികെ കാരാഗൃഹത്തിൽ എത്തുകയും ചെയ്തു. മതിമറന്നുറങ്ങുകയായിരുന്ന പാറാവുകാർ കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുകയും ഹംസരാജാവിന് വിവരമറിയിക്കുകയും രാജാവ് വന്നു വധിക്കാനായി ആ കുഞ്ഞിനെ കയ്യിലെടുക്കുകയും ചെയ്തു. ആ സമയം ശൈശവപ്രായത്തിലുള്ള ഒരു കുഞ്ഞ് വലുതാകുകയും ദുർഗാദേവിയായി പ്രത്യക്ഷപ്പെടുകയും സമയമെത്തുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഹംസനെ നിഗ്രഹിക്കുമെന്ന് അരുളി ചെയ്യുകയും അപ്രത്യക്ഷയാവുകയും ചെയ്തു. ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിതം. ഗോകുലത്തിൽ കളിത്തോയരുമായി വളർന്ന ശ്രീകൃഷ്ണൻ ശൈശവത്തിൽ തന്നെ പല അത്ഭുതങ്ങളും കാണിച്ചു. ശ്രീകൃഷ്ണനെ നിഗ്രഹിക്കാനായി കംസൻ അയച്ച പൂതന, തൃണവത്ത് എന്നീ അസുരന്മാരെ ബാലനായിരുന്ന ശ്രീകൃഷ്ണൻ നിഗ്രഹിക്കുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം ഗ്രാമത്തിന്റെ വിഭവങ്ങളിൽ കുറവ് വന്നതിനാൽ ഗ്രാമത്തലവനായ നന്ദഗോപരുടെ അഭിപ്രായപ്രകാരം ആ ഗ്രാമവാസികൾ ഗോവർദ്ധനഗിരിയുടെ അടിവാരത്തിലുള്ള വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റി. അപ്പോഴും ശ്രീകൃഷ്ണ നിഗ്രഹം സാധ്യമല്ലാതെ വന്ന കംസൻ വീണ്ടും അതിനായുള്ള ശ്രമം തുടങ്ങി. അതിനുവേണ്ടി പൂതനയുടെ സഹോദരൻ ഭഗനെ കംസൻ നിയോഗിച്ചു. ബകാസുരൻ ഒരു കൊക്കിന്റെ വേഷം ധരിച്ചു വൃന്ദാവനത്തിലെത്തിയെങ്കിലും ശ്രീകൃഷ്ണ നിഗ്രഹത്തിൽ പരാജയപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ധേനുകാസുരൻ എന്നൊരു അസുരൻ വൃന്ദാവനത്തിൽ വസിക്കുന്നുണ്ടായിരുന്നു. ബാലനായിരുന്ന ശ്രീകൃഷ്ണനെയും തോഴരെയും ആക്രമിക്കുവാനായി വന്ന ധേനുകാസുരന് ഇത്തവണ നേരിട്ടത് ബലരാമനായിരുന്നു. അതോടെ വൃന്ദാവനം ശാന്തമായി. എന്നാൽ കംസനാകട്ടെ ശ്രീകൃഷ്ണവധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനായി കംസൻ അടുത്തതായി നിയോഗിച്ചത് പ്രളംബൻ എന്നൊരു അസുരനെയായിരുന്നു. പ്രളംബനെയും ബലരാമൻ തന്നെ നിഗ്രഹിച്ചു. ഈ കാലഘട്ടത്തിൽ തന്നെ പൂതനയുടെയും ബകാസുരന്റെയും സഹോദരനായ അകാസുരൻ എന്ന മലമ്പാമ്പ് രൂപത്തിൽ ശ്രീകൃഷ്ണനെ നിഗ്രഹിക്കാനായി ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണൻ അതിനെയും അതിജീവിച്ചു. ദുഷ്ടനായ ബകാസുരന്റെ വധം നാടൊട്ടുക്ക് പരന്നു. താൻ നിയോഗിച്ച അസുരന്മാർ എല്ലാവരും ശ്രീകൃഷ്ണ വധോദ്യമത്തിൽ പരാജിതരായി എന്നറിഞ്ഞ കംസൻ കോപാകുലനായി. ആ സമയം നാരദൻ കംസന്റെ രാജധാനിയിലെത്തി. ശ്രീകൃഷ്ണ ബലരാമ നിഗ്രഹത്തിന് അസുരന്മാരെ അയക്കാതെ ശ്രീകൃഷ്ണനെ കംസന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുവാനും അവിടെ വെച്ച് വധിക്കാൻ എളുപ്പമാണെന്നും ഉപദേശിച്ചു. അത് നല്ലൊരു ഉപായമാണെന്ന് മനസ്സിലാക്കിയ കംസൻ അതിനുവേണ്ടി
മുഷ്ടികൻ, ചാണൂരൻ എന്ന ഗുസ്തിക്കാരെ ഏർപ്പെടുത്തി. ശ്രീകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാനായി കംസന്റെ സ്നേഹിതൻ അക്രൂരനെയും നിയോഗിച്ചു. അക്രൂരൻ വൃന്ദാവനത്തിലെത്തി. എന്നാൽ ബാലനായ ശ്രീകൃഷ്ണനെ കണ്ട് മനസ്സിൽ ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട് നടന്ന അക്രൂരൻ കംസന്റെ യഥാർത്ഥ പദ്ധതി ശ്രീകൃഷ്ണ ബലരാമനെ അറിയിക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ പതറുന്നില്ല. പകരം കംസനെ നേരിടാൻ തന്നെ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു. കംസന്റെ കൊട്ടാരത്തിലെത്തിയ ശ്രീകൃഷ്ണ ബലരാമന്മാരെ നേരിട്ടത് കുവലയപീഠമെന്ന കൊലകൊമ്പൻ ആനയും മേൽപ്പറഞ്ഞ മല്ലന്മാരും ആണ്. കൊമ്പൻ ആനയെയും മല്ലന്മാരെയും നേരിട്ട ശ്രീകൃഷ്ണ ബലരാമന്മാർ അവരെ തോൽപ്പിച്ചു. ഇത് കണ്ട് കോപിഷ്ഠനായ കംസൻ കുട്ടികളെ മധുരയിൽ നിന്നും വിരട്ടി ഓടിക്കാനും കൃഷ്ണന്റെ അച്ഛനായ വസുദേവനെയും അമ്മയായ ദേവകിയെയും വധിക്കാനും ഉത്തരവിടുന്നു. എന്നാൽ ആ വേദിയിൽ വെച്ച് കംസനെ ശ്രീകൃഷ്ണൻ വധിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ശ്രീകൃഷ്ണനും ബലരാമനും കൽത്തുറുങ്ക് തുറന്ന് വസുദേവരെയും ദേവകിയെയും രക്ഷിക്കുന്നു. ഇതാണ് ശ്രീകൃഷ്ണന്റെ ശൈശവ ബാല്യകാലത്തെ ചരിത്രം. കംസവധത്തിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ മധുരഭരണം ഏറ്റെടുത്തു. പിന്നീട് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെട്ട് പുരാണത്തിലാണ്. പഞ്ചപാണ്ഡവരുടെയും കൗരവരുടെയും ബന്ധുവായ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവ പക്ഷത്തു നിന്നും അർജുനന്റെ തേർ തെളിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ബന്ധുക്കളായ കൗരവന്മാരും പാണ്ഡവരും യുദ്ധസഹായത്തിനായി ശ്രീകൃഷ്ണനെ സമീപിച്ചപ്പോൾ തന്റെ സൈന്യം ഇല്ലെങ്കിൽ താൻ സഹായത്തിനായി വരാമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഇരു കൂട്ടരെയും അറിയിച്ചപ്പോൾ കൗരവപക്ഷം തെരഞ്ഞെടുത്തത് ശ്രീകൃഷ്ണന്റെ സൈന്യത്തെയാണ്. പാണ്ഡവപക്ഷമാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാനെ തിരഞ്ഞെടുത്തു. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം മധുരയിലേക്ക് മടങ്ങിയ ശ്രീകൃഷ്ണന് 36 വർഷമേ മധുര ഭരിക്കാൻ കഴിഞ്ഞുള്ളൂ. കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് തന്റെ സർവ്വ മക്കളും കൊല്ലപ്പെട്ട കുന്തി ദേവി തന്നെ സമാശ്വസിപ്പിക്കാനെത്തിയ ശ്രീകൃഷ്ണ ഭഗവാനെ ഉള്ളുരുകി ശപിക്കുന്നു. ആ ശാപപ്രകാരം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന സൗരാഷ്ട്രയിലെ വെർണൽ എന്ന സ്ഥലത്ത് വെച്ച് ജാര എന്ന ഒരു നായാട്ടുകാരനാൽ ശ്രീകൃഷ്ണൻ കൊല്ലപ്പെടുകയാണുണ്ടായത്. ശാപത്തിൽ നിന്നും ഭഗവാന് പോലും രക്ഷയില്ല എന്ന പാഠമാണ് ഇതിൽ നിന്നും നമ്മൾ പഠിക്കുന്നത്. ഭഗവാന്റെ മരണം നടന്നത് സോമനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ബീറ്റ എന്ന സ്ഥലത്താണ്. അതോടെ ദ്വാപരയുഗം അവസാനിക്കുകയും കലിയുഗം തുടങ്ങുകയും ചെയ്തു. ഇന്നത്തെ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. ശ്രീകൃഷ്ണൻ കളിയാടിയിരുന്ന വൃന്ദാവൻ എന്ന സ്ഥലത്ത് നിന്നും 9 മൈലും ഗോവർദ്ധന എന്ന സ്ഥലത്ത് നിന്നും 14 മൈൽ ദൂരത്തുമായാണ് മധുര സ്ഥിതി ചെയ്യുന്നത്. ശ്രീകൃഷ്ണന്റെ ജീവിതം വിലയിരുത്തിയാൽ അദ്ദേഹം മാതൃകാ രാജാവും ആത്മീയ ഗുരുവും മാതൃകാ ഭർത്താവും നല്ലൊരു സുഹൃത്തും ആണെന്ന് കാണാം. ഇത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനും മാതൃകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഇതുവരെ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും അനാവൃതമാകുന്നത് കാണാം. ശ്രീകൃഷ്ണനുമായും അദ്ദേഹത്തിലെ പ്രവാചകനുമായ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ മറ്റു ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്രിതവത്സലനേ കൃഷ്ണ കൃഷ്ണ അഭയം നീയരുളൂ, ആനന്ദം നീയരുളൂ, ആബൽ ബാന്ധവനേ കൃഷ്ണ കൃഷ്ണ അഭയം നീയരുളൂ, ആനന്ദം നീയരുളൂ, ആശ്രിതവത്സലനേ. മാനവറിരുളിൽ വലയുമ്പോൾ ധർമാത്മച്യുതിയിൽ അലയുമ്പോൾ
മാനവരിരുളിൽ വലയുമ്പോൾ ധർമാത്മച്യുതിയിൽ അലയുമ്പോൾ പാപഭാരങ്ങളിൽ നിൻ അഭയം നീ പാദാരവിന്ദത്തിൽ സന്നിധാനം സന്നിധാനം ആശ്രിതവത്സലനേ കൃഷ്ണ കൃഷ്ണ അഭയം നീ അരുളൂ ആനന്ദം നീ അരുളൂ ആപൽ ബാന്ധവനേ കൃഷ്ണ കൃഷ്ണ അഭയം നീ അരുളൂ ആനന്ദം നീ അരുളൂ ആശ്രിതവത്സലനേ. പഞ്ചാഗ്നി നടുവിൽ പിടയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ പഞ്ചാഗ്നി നടുവിൽ പിടയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ പാപഭാരങ്ങളിൽ നിൻ അഭയം നീ പാദാരവിന്ദത്തിൽ സന്നിധാനം സന്നിധാനം ആശ്രിതവത്സലനേ കൃഷ്ണ കൃഷ്ണ അഭയം നീ അരുളൂ ആനന്ദം നീ അരുളൂ ആപൽ ബാന്ധവനേ കൃഷ്ണ കൃഷ്ണ ആനന്ദം നീ അരുളൂ ആനന്ദം നീ അരുളൂ ആശ്രിതവത്സലനേ.